ഇവിടെ തേങ്ങ പറിക്കാൻ ആളില്ലെന്ന് പറയുന്നത് കേട്ടു. അന്ന് പിന്നെ ഞങ്ങൾ വന്നങ്ങ് പറിച്ചേക്കാന്ന് വിചാരിച്ചു. ഇത്ര സിമ്പിളായിട്ടുള്ളൊരു പണി വേറെ എവിടെയുള്ള? ആഹാ, എന്ത് രസം! മെല്ലെ അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് കയറിയിട്ട് എൻ്റെ അമ്മച്ചോ, ഞാനിത് താഴേക്ക് പോകുന്നേ. താഴെ പോകുമെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയെങ്കിലും അള്ളി പിടിച്ച് കയറണില്ല, ശരിയാവില്ല. നല്ല തേങ്ങയൊക്കെ ഉണ്ട്, പക്ഷെ കാല് ചെറുതായിട്ടൊന്ന് സ്ലിപ്പാകുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. തേങ്ങയ്ക്ക് നല്ല വിലയായിപ്പം. തേങ്ങ പറിക്കാൻ ഇപ്പോൾ ഒരു മനുഷ്യനെ കിട്ടുന്നില്ലെന്നേ. തേങ്ങ മുഴുവനും പോവുക. അതുകൊണ്ട് ഇപ്പോഴേ തെങ്ങ് കയറാൻ പഠിച്ചില്ല, ശരിയാവില്ല. താഴേക്ക് തെന്നിപ്പോകുന്നുണ്ട്. ആരെങ്കിലും താഴെ ഉണ്ടാവോ പിടിക്കാനെന്ന്? ആരും ഉണ്ടാവില്ല, എല്ലാവരും നോക്കി ചിരിക്കും. എല്ലാവർക്കും ഭയങ്കര അതിശയം. എന്ത് രസമെന്നറിയാവോ ഈ യാത്ര, അടിപൊളിയാ. തെങ്ങിൻ്റെ മുകളിൽ കയറുമ്പോൾ തെന്നി വീണാൽ കാലൊടിയും. നല്ല ഒന്നാന്തരം തേങ്ങയാണ്. ഇനിയിപ്പോൾ ഒരു മെഷീൻ്റെ ആവശ്യം വരില്ലല്ലേ. കാലെടുത്ത് വെക്കുന്നു, കയറുന്നു, പാഞ്ഞു കയറുന്നു. കണ്ടാ, ഞങ്ങളെയൊക്കെ കണ്ടുപിടിക്കും. ഇപ്പോഴത്തെ കാലത്ത് ചേട്ടാ വന്ന് തേങ്ങ പറിക്കേ, ചേട്ടാ വന്ന് തേങ്ങ പറിക്കേ, എന്തൊക്കെ ബുദ്ധിമുട്ടാ. തെങ്ങി വീണ തീർന്നു കേട്ടോ. പക്ഷെ തെങ്ങി വീഴില്ല, ഞങ്ങളെ ന്യൂ ജനറേഷൻ പിള്ളേരാ. ഉണ്ടായപാടെ തേങ്ങ പറിക്കാനാ ഞാൻ കയറിയത്. കണ്ടാ, കണ്ടുപിടിക്ക്. ഇനിയിപ്പം വേറെ ആരെയും വിളിക്കണ്ട, ഞങ്ങളെപ്പോലത്തെ കുറച്ച് മക്കളുണ്ടെങ്കിൽ അത് മതി തേങ്ങ പറിക്കാൻ. നല്ല കായ്ച്ചു നിൽക്കുന്ന തെങ്ങാന്നേ. എന്താ ജോലിന്ന് ചോദിച്ചാൽ പറയാലോ, ഉയരങ്ങളിലാ ഞങ്ങൾക്ക് ജോലി. എവിടെയാ? തെങ്ങിൻ്റെ മുകളിൽ. കണ്ടോ, ഇതെനിക്കൊരു തേങ്ങ ഉള്ളല്ലോ ദൈവമേ. ചെറിയ നഷ്ടമായ വെറുതെ തെങ്ങാലൊരുത്തിനും കയറാത്തത്. പക്ഷേ പൊന്നു വിലയാ. ഞാൻ മുകളിലേക്ക് അധികം കയറുന്നില്ല. അതിനെന്നറിയാമോ, സ്നഗ്ഗി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതിലും കണ്ടാലും ഒരു തെങ്ങേറ്റക്കാർക്ക് മോശമല്ലേ. സ്നഗ്ഗി മാത്രം ഇട്ടാണ് എനിക്കൊരു നാണക്കേട്. അവിടെ നിന്ന് ഒരു ചേച്ചി നോക്കി ചിരിക്കുന്നുണ്ടല്ലോ എന്നെ. ഞാൻ ഡോക്ടറിനോട് എനിക്ക് തെങ്ങ് കയറാൻ പഠിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ എല്ലാം പണിയെടുത്തു. ആശുപത്രിയിൽ തന്നെ തെങ്ങ് കുഴിച്ചിട്ട് വന്നു. മോൻ ആദ്യം ഇതേ കയറി പഠിക്കാൻ പറഞ്ഞു. നമ്മളെ നാണം കെടുത്തിയതാ, നമുക്ക് മനസ്സിലായി. പക്ഷെ എന്നാലും ഞാൻ അതേ തന്നെ പിടിച്ച് നിന്നു കേട്ടോ. ഡോക്ടർ പുള്ളിക്കാരൻ വരുമ്പോഴേ ഞാനിത് കയറി പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാലൊരു അയാൾക്ക് ഡോക്ടറിന് സന്തോഷമാണല്ലോ. ഞാനങ്ങനെ അതേ കയറി പഠിച്ചപ്പം നാട്ടിലെ ഏത് തെങ്ങ് കണ്ടാലും തെങ്ങ കയറാതിരിക്കാൻ പറ്റുന്നില്ലെന്ന്. എല്ലാ തെങ്ങിലും വാങ്ങി കയറും. ഇപ്പം അതായി ശീലം.